ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോയമ്പത്തൂർ ജില്ലയിലെ പാലക്കാട് ഡിവിഷൻ്റെ അണ്ടറിൽ വരുന്ന എട്ടിമട റെയിൽവേ സ്റ്റേഷനിലാട്ടോ. മലനിരകളിലെ താഴെയുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ സ്പോട്ടിങ് ആട്ടോ. ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നല്ല ഹൈ സ്പീഡിൽ പോകുന്ന ട്രെയിൻസുകളൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ട്രെയിനുകൾ ഇപ്പോൾ വരുന്നുണ്ട് പാലക്കാട് സൈഡിലോട്ടും കോയമ്പത്തൂർ സൈഡിലോട്ടും. അപ്പോൾ നമുക്ക് സ്റ്റേഷൻ്റെ അകത്ത് കയറിയിട്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് നമുക്ക് കുറച്ച് ട്രെയിൻ സ്പോട്ട് ചെയ്തിട്ട് പോകാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എട്ടിമട റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാനിപ്പോൾ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസിലായിട്ടുള്ളത്. ഒരു ചെറിയ വഴി കൂടിയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഇതാട്ടോ സ്റ്റേഷൻ്റെ ബിൽഡിംഗ് ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ സ്റ്റേഷൻ മാനേജറും ടിക്കറ്റ് കൗണ്ടർക്ക് ഇവിടെ തന്നെയാട്ടോ വരുന്നത്. അപ്പോൾ സ്റ്റേഷൻ അങ്ങോട്ട് കുറച്ചുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിൽ കൂടെ കയറാം കേട്ടോ. ഫ്രണ്ടിൽ കൂടെ കയറിയിട്ട് നമുക്ക് അകത്തേക്ക് പോയിട്ട് ഏതെങ്കിലും ഒരു അറ്റത്ത് ചെന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റേഷൻ്റെ മെയിൻ ബിൽഡിംഗ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഈ കാണുന്ന കേട്ടോ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അവിടെ ഒരു QR ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ റെയിൽവേൻ്റെ QR അതുപോലെ UTSൻ്റെ QR. പിന്നെ ഇവിടെ വന്ന് പോകുന്ന ട്രെയിനിൻ്റെ ടൈമിംഗ് ആട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ വന്ന് പോകുന്ന ട്രെയിനിൻ്റെ ടൈമിങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതാണ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് കേട്ടോ. പിന്നെ ഫെയറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ എഴുതിയിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഉൾഭാഗം വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അകത്ത് കയറി നേരെ നടക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു സ്റ്റേഷൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, മരനിരകളിൽ അടിയിൽ വരുന്ന ഒരു സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തത്തിലൊരു വ്യൂ വരണത്. ഇതാണ് നമ്മുടെ നമ്മൾ കയറി വന്നൊരു എൻട്രൻസ് കേട്ടോ. ഒരു സ്റ്റേഷൻ മാനേജറിൻ്റെ റൂമൊക്കെ ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കുറച്ച് നേരം ഇരിക്കാം കേട്ടോ. അപ്പോൾ ട്രെയിനുകൾ വരാറായിട്ടേ ഉള്ളൂ. പയ്യെ നമുക്ക് ഓരോ ട്രെയിനുകളിലിട്ട് സ്പോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, ഫുള്ള് കാഴ്ചകളാട്ടോ. നമുക്ക് അറ്റത്തോട്ട് പോവാം. നമുക്ക് കോയമ്പത്തൂർ സൈഡിൽ നിന്ന് വരുന്ന ട്രെയിനൊക്കെ നമുക്ക് അവിടെ ചെന്ന് സ്പോട്ട് ചെയ്യാൻ കേട്ടോ കുറച്ചുകൂടി സൗകര്യപ്പെടുക. അതാവും നല്ല അടിപൊളി കാഴ്ചകൾ കിട്ടുക നമുക്ക്. ഇവിടെ ഇപ്പോൾ തൽക്കാലത്തിന് ഇരിക്കാം കേട്ടോ. ട്രെയിൻ പറഞ്ഞനുസരിച്ച് പോവാം. സ്റ്റേഷൻ്റെ പുറത്ത് വരുമ്പോൾ തന്നെ ഞാൻ നേരത്തെ നിന്ന് ഇൻട്രോ എടുത്തൊരു സ്പേസ് ആട്ടോ ആ കാണുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ നടന്നു വന്നു ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട് കേട്ടോ. ഇത് മൊത്തം ഇവിടെ മറ്റേ തെങ്ങുന്തോപ്പ് പോലത്തെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഹോട്ടലുണ്ട്, വേലൻ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണവർക്ക് അവിടെ നിന്ന് കഴിക്കാം കേട്ടോ. അതിപ്പോൾ തുറന്നിട്ടിട്ടുണ്ട്. വേറെ ഒരെണ്ണം അവിടെ ഉണ്ട്, അത് ക്ലോസ്ഡാണ്, ഒരു കഫേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ ഒരു മൊത്തത്തിൽ ഔട്ട്ലേക്ക് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ പറഞ്ഞ പോലെ. ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇപ്പോൾ കണ്ടില്ലേ, ഈ പറഞ്ഞ പോലെ തന്നെ കേട്ടോ ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ, സ്റ്റേഷൻ്റെ തൊട്ട് പുറത്തുള്ള കാഴ്ച കേട്ടോ. വലിയ മലയാണ് നിങ്ങൾക്ക് കാണാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ട്രെയിൻ ഇങ്ങനെ തിരിഞ്ഞ് വരുന്നതാണ് നല്ലൊരു ഫ്രെയിമാവും കേട്ടോ. ഈ സൈഡിൽ നിന്നും അതെ ഈ സൈഡിൽ നിന്നും അതെ നല്ലൊരു ഫ്രെയിം നമുക്ക് കിട്ടും ട്രെയിൻ തിരിഞ്ഞ് വരണ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ഹോൾട്ട് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റാഫുകളുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേഷനിൽ. ഞാൻ ഇത്രയും സ്റ്റാഫൊന്നും ഇവിടെ പ്രതീക്ഷിച്ചില്ല. ഇത് നമ്മുടെ ചെന്നൈ എഗ്മോർ മംഗളൂരു എക്സ്പ്രസ് ആട്ടോ, 16159. ഒരു FOB ഒക്കെ നല്ല അടിപൊളിയായിട്ട് പണിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഫുട് ഓവർ ബ്രിഡ്ജൊക്കെ നമ്മുടെ ഈ എട്ടിമട സ്റ്റേഷനിൽ നല്ല രീതിക്ക് പണിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അനൗൺസ്മെൻറ്റ് ഉണ്ട് തോന്നുന്നു കേട്ടോ. കാരണം അവിടെ ഇവിടെയൊക്കെ നമുക്ക് സ്പീക്കർ കാണാനുണ്ട്. അപ്പോൾ ഈ വരുന്ന ട്രെയിനൊക്കെ അനൗൺസ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു എന്താ പറയുക, ആൾക്കാർ വന്ന് പോകുന്നൊരു സ്റ്റേഷൻ തന്നെയാണ്. കാരണം ഇവിടെ അമൃത കോളേജിലുള്ളതാണ് ഈ സ്റ്റേഷൻ ഇത്ര പ്രത്യേകത കേട്ടോ. അമൃത കോളേജ് മാത്രമല്ല, അത്യാവശ്യം കോളേജ് ഇവിടെ എട്ടിമടയിലുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകൾ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇവിടെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ പറഞ്ഞ പോലെ ആ പകുതിയിൽ നോക്കുകയാണെങ്കിൽ മേലോട്ട് പ്ലാറ്റ്ഫോമിനായിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ള് ഫ്രണ്ടിലത്തെ കോച്ചൊക്കെ നിൽക്കണത് താഴെ ആവട്ടോ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ അറ്റത്ത് വെറുതെ ഇങ്ങനെ നടന്നു വരാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്തായാലും കുറച്ച് നേരം ഇവിടെ നമുക്ക് ട്രെയിനൊക്കെ സ്പോട്ട് ചെയ്തിട്ട് പോവാം. നല്ല കാറ്റുണ്ട് ഈ സ്ഥലത്ത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയൊരു ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 16159 നമ്മുടെ ചെന്നൈ എഗ്മോർ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ആട്ടോ പോയത്. അപ്പോൾ അതിപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ട്രെയിനുള്ളൂ. അപ്പോൾ നമുക്ക് അതുവരെ ഇവിടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്റ്റേഷനൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം കേട്ടോ. ആ അറ്റത്തോട്ട് ഞാനൊന്ന് പോകണം. അവിടെ 2-3 സ്റ്റാഫുകൾ നിൽക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് കൂടെ ചെന്ന് അറ്റത്തൊന്ന് കണ്ടിട്ട് വരാം. ഇത് നമ്മൾ ഷൊർണൂർ വെച്ച് കണ്ട NMG ആട്ടോ. ആ ഈ റോഡിന്റെ ഫ്രഷ് G9 ട്വിൻസ്.
ഈ സാധനം ഞാൻ ഷൊർണൂർ വെച്ച് കണ്ടിരുന്നു. അതിന്റെ ബാക്കിൽ പോണത് ഒരു ICFന്റെ SLRD ആട്ടോ. നമ്മുടെ എട്ടിമട സ്റ്റേഷൻ കോയമ്പത്തൂർ പാലക്കാടിൻ്റെ ഇടയിൽ ഒരു ഹോൾട്ട് സ്റ്റേഷനും കൂടെയാണ് കേട്ടോ. കാരണം ഇവിടെ നിർത്തുന്ന ട്രെയിൻസ് അത്യാവശ്യം ഉണ്ട്. മെമു നിർത്തും, ഇതുപോലെ ഇപ്പോൾ പോയ പാസഞ്ചർ ഉണ്ട്. പിന്നെ കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് ഒരെണ്ണം പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ നമ്മുടെ എന്താ പറയുക, മധുരൈ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി ആയിട്ട് വന്നിട്ട് തിരിച്ച് നമ്മുടെ കോയമ്പത്തൂർ കണ്ണൂരായിട്ട് പോകുന്നൊരു എക്സ്പ്രസ് ഉണ്ട്. അതിനൊക്കെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വണ്ടികളൊക്കെ ഇവിടെ നിർത്തും. അതുകൊണ്ട് തന്നെ ഇതൊരു ഹോൾട്ട് സ്റ്റേഷനാണ്. കാരണം ഇവിടെ കോളേജുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റുഡൻസ് ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. സ്റ്റുഡൻസ് മാത്രമല്ല, ഇവിടെ താമസിക്കുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കമ്പ്യൂട്ടർ ട്രെയിനുകളൊക്കെ ഇവിടെ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാസഞ്ചർ മെമ്പ് പോലെ. അപ്പോൾ ഒരു ഹോൾട്ട് സ്റ്റേഷനും കൂടെയാണ് നമ്മുടെ എട്ടിമല റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ SBC എറണാകുളം ജംഗ്ഷൻ വന്ദേ ഭാരത് ആട്ടോ പോണത്. KSR ബാംഗ്ലൂർ എറണാകുളം ജംഗ്ഷൻ വന്ദേ ഭാരതാണ് ഇപ്പോൾ ക്രോസ് ചെയ്ത് പോയത്, ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോയത്. ഈ കോവിഡിനൊക്കെ മുന്നേ പണ്ടായിട്ട് നമുക്കൊരു പാസഞ്ചർ സർവീസ് ഉണ്ടായിരുന്നു കേട്ടോ, കോയമ്പത്തൂർ തൃശ്ശൂർ പാസഞ്ചർ. അത് കോയമ്പത്തൂരിൽ നിന്ന് ഒരു 5:30 എടുത്ത് തൃശ്ശൂർ ഒരു 9:30 ആ ടൈമിലൊക്കെ എത്തുന്ന വണ്ടിയായിരുന്നു കേട്ടോ. അത് ഭയങ്കര പതുക്കെ വരുള്ളൂ. കാരണം മുട്ട സ്ഥലത്തൊക്കെ തേപ്പ് കിട്ടി അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ അത് എത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു പാസഞ്ചർ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഈ ഒരു സ്റ്റേഷനിൽ കൂടെ ഞാൻ ചെറുപ്പത്തൊക്കെ യാത്ര ചെയ്തപ്പോൾ ഭയങ്കര ചെറിയ സ്റ്റേഷനാട്ടോ. ഇപ്പോഴാണ് ഇത്രയെങ്കിലും വന്നത് ഇവിടെ. പണ്ട് FOB ഒന്നും ഇല്ല, ഈ കാണുന്ന ഒരു ചെറിയ സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് 4 ട്രെയിൻ കിട്ടിയിട്ടോ. ഒരെണ്ണം ഫ്ലൈറ്റ് ആയിരുന്നു, ഒന്ന് നമ്മുടെ മംഗലാപുരം എക്സ്പ്രസ്, അതേപോലെ തന്നെ വന്ദേ ഭാരത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എറണാകുളം ടാറ്റാനഗറും കിട്ടിയിട്ടോ. അപ്പോൾ 4 ട്രെയിൻ നമുക്ക് വന്നപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ധൻബാദ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിനുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ധൻബാദും കൂടെ ഷൂട്ട് ചെയ്തിട്ടൊന്ന് പുറത്ത് പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് സ്നാക്സ് പോലെ കഴിക്കാം. നമുക്ക് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോകാം കേട്ടോ. അവിടെ പോയിട്ട് കുറച്ച് നേരം ഒന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. നല്ല ഭംഗിയുള്ള ഭാഗങ്ങളൊക്കെ അവിടെയാണ്. ഈ ഒരു ഭാഗത്ത് മൊത്തം നോക്കുകയാണെങ്കിൽ തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഇപ്പം അറ്റത്ത് ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് കുറേ നേരമായിട്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ആരും അങ്ങനെ ശല്യപ്പെടുത്താനൊന്നുമില്ല കേട്ടോ. ഒരു പീസ്ഫുൾ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് FOB ഈ ഫുട് ഓവർ ബ്രിഡ്ജ് കയറി അപ്പുറത്തോട്ട് പോകട്ടോ. അപ്പോൾ നമുക്ക് ആ സൈഡിൽ നിന്ന് വേറൊരു ആംഗിളിൽ നമുക്ക് ട്രെയിൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ ധൻബാദിൽ നിന്ന് ആലപ്പുഴ പോണ എക്സ്പ്രസ് ലേറ്റ് ആയിട്ട് വരുന്നുണ്ട്, 2.5 മണിക്കൂർ ലേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിപ്പോൾ മധുക്കര ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ അത് കിട്ടും. നമുക്ക് അപ്പുറത്ത് ഇറങ്ങിയിട്ട് അത് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇറങ്ങി ചെല്ലണ ഭാഗത്താട്ടോ എൻജിനൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സ്പേസ് വരുന്നത്. അപ്പോൾ ഇത് ഒരു ചെറിയ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ട്രെയിനുകളൊക്കെ ഇവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൻജിനൊക്കെ സ്റ്റോപ്പ് ചെയ്യണ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പുറത്ത് തന്നെ ജസ്റ്റ് ഒരു കുറച്ച് സ്പേസ് ഉള്ളൂ കേട്ടോ. അങ്ങനെ കഴിഞ്ഞാൽ പുറത്തെ പ്രോപ്പർട്ടി. അപ്പോൾ ഇത്രയാണ് റെയിൽവേയുടെ സ്ഥലം വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് ഒക്കെ വന്നാൽ തന്നെ എൻജിനൊക്കെ ഇവിടെ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. കാരണം അതൊക്കെ അത്യാവശ്യം വലിയൊരു ട്രെയിനാണ്. മെമോ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോകും കേട്ടോ. മെമോക്ക് അത്ര തന്നെ വരുള്ളൂ. അപ്പോൾ നമുക്ക് പതുക്കെ FOB കയറി അപ്പുറത്തോട്ട് കിടക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴാട്ടോ കാഴ്ച നമുക്ക് ഭയങ്കരമായിട്ട് കൂടുതലുള്ളത്. കാരണം ഇവിടെ നിന്ന് വരുന്ന ട്രെയിനുകൾ നല്ലൊരു ആംഗിൾ കേട്ടോ. മലനിരയുടെ താഴേന്ന് ഇങ്ങനെ വരണ കാണാൻ പറ്റും. അതേപോലെ തന്നെ അപ്പുറത്തു നിന്ന് വരുന്ന ട്രെയിനുകളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മലനിര തിരിവിലാണുള്ളത്. അപ്പോൾ ആ മലനിരയുടെ തിരിവിന്ന് ഇങ്ങോട്ട് കർവ് ചെയ്ത് പറഞ്ഞാൽ നല്ല രസമാട്ടോ. നമുക്ക് അറ്റത്തോട്ട് പോവാം. ഇനി കുറച്ച് ട്രെയിനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വന്നത്. 2.5 മണിക്കൂർ ഡിലേഡ് ആയിട്ട് വരുന്ന ധൻബാദ് ആലപ്പുഴ ആട്ടോ നമുക്ക് കാണുന്നത്. 2 മണിക്കൂർ 25 മിനിറ്റ് ഡിലേഡാണ് ഇന്ന് വണ്ടി.
നമ്മുടെ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്, തമിഴ്നാട് TNSTCയുടെ ബസ് ഒന്ന് കിടക്കുന്നുണ്ട് കേട്ടോ, ഗവൺമെൻറ് ബസ് ഒന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് ഇങ്ങോട്ട് വന്നു കേട്ടോ. വന്ന് തിരിച്ച് റിവേഴ്സൊക്കെ അടിച്ച് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ട്രെയിനുകൾക്ക് വന്നിറങ്ങണവരെ എടുക്കാനുള്ള വണ്ടിയാവും, അല്ലെങ്കിൽ ഈ സമയത്ത് ഈ റൂട്ടിൽ ഓടുന്ന ബസ്സാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ബസ് സർവീസുകളൊക്കെ ഉണ്ട് ഈ റൂട്ടിൽ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നിൽക്കുകയാണ് സ്റ്റേഷനിൽ. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാം കേട്ടോ. ഞാൻ ഈ വഴി കൂടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒന്ന് ട്രെയിനുകൾ കുറവാട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന ഇങ്ങനെ ഈ വഴിയില്ലേ, ഇതിൽ കൂടെ നമുക്ക് പോയിട്ട് അപ്പുറത്തെ ഭംഗിയൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ട് വരാം കേട്ടോ. നമുക്ക് വരുമ്പോൾ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണണമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കയറാനുള്ളൊരു വഴിയുണ്ട് കേട്ടോ അകത്തോട്ട്. അപ്പോൾ നമുക്ക് കയറി ചെന്ന് ഇതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് വരാം കേട്ടോ ഫുള്ളായിട്ട്. അപ്പം ഇങ്ങനെ നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. നമ്മൾ ഇറങ്ങി തുടങ്ങുമ്പോൾ തന്നെ കാണുന്നൊരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഈ മലനിരകൾ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സ്റ്റേഷൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ദേ ചെറിയ വീടൊക്കെ കെട്ടി ഇവരിവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാർ ഇവിടെ ഇങ്ങനെ താമസിക്കുന്നവരുണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ് കേട്ടോ. ആ സ്റ്റേഷൻ്റെ ഒരു ഭാഗം മാത്രമല്ല നമുക്ക് കാണാനുള്ളത്. ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉൾക്കാഴ്ചകൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നടന്ന് ആ മരത്തിൻ്റെ ഒക്കെ അടിയിൽ ചെല്ലാം കേട്ടോ. നമുക്ക് എന്തായാലും ട്രെയിനിന് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഒരു ടിപ്പിക്കൽ തമിഴ്നാട് കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. ആ കുളിപ്പിക്കണതും ആ ഒരു കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഒരു ടിപ്പിക്കൽ തമിഴ്നാട് കാഴ്ചകളാണ്. ഇവിടെയൊക്കെ നമുക്കിങ്ങനെ കൊയ്തിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ കറങ്ങി അകത്തോട്ട് പോകാം കേട്ടോ. നമ്മൾ അവിടെ മാത്രം നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു വ്യൂവിലായിട്ട് നമ്മുടെ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ കണ്ടോ, ഇത് നമ്മളിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ മൊത്തം കാഴ്ചകളാണ്. ഈ ഒരു കാഴ്ചയൊക്കെ വേറെ എവിടെയൊക്കെ കിട്ടുക, ഒന്നും പറയാമെന്ന് വെച്ചാൽ ഒന്നും പറയില്ല കേട്ടോ. ഒക്കെ കാണുമ്പോണ്ടല്ലോ അമ്മാരി നമുക്കൊരു ഇവിടെ നിന്ന് വേറെ അങ്ങോട്ട് പോകാൻ തോന്നില്ല. അമ്മാരി ഒരു കാഴ്ച കേട്ടോ. അപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ കുറച്ചാലേ വരണം എന്ന് വെക്കണം കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ ആ മലനിരകൾ കണ്ടില്ലേ, അവിടെയൊക്കെ ഇപ്പോൾ ആ ഒരു മൂടി നിൽക്കണ അവസ്ഥ കേട്ടോ. മഴയൊക്കെ ഭയങ്കര രൂദ്രഭാവമായിട്ട് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കൂടെ ഒക്കെ ഇങ്ങനെ ഫുള്ള് വെള്ളം ഇറങ്ങി വരണ പോലെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേ നടന്ന് നമുക്ക് ആ മരത്തിന് അങ്ങോട്ട് ചെല്ലാം കേട്ടോ. അവിടെ കുറച്ച് പേര് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പണിയെടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് ഇവിടെ ഈ ഭൂമി. അതിൻ്റെ താഴ്വാരത്തായിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ആ മലനിരകളൊക്കെ നമുക്ക് കണ്ടറിയാൻ പറ്റും കേട്ടോ. അവിടെയൊക്കെ മഴ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു. കാരണം മൊത്തത്തിൽ കോട ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. മഴയുടെ ഒരു സൗണ്ട് നമുക്ക് അവിടെ നിന്ന് കേൾക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഈ ഭാഗം ഒന്ന് കവർ ചെയ്തിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ തോന്നിയില്ല, അതാണ്. നമ്മുടെ ഹിമസാഗർ കേട്ടോ പോകുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്ന ഗ്യാപ്പിലാണ് ഹിമസാഗർ പോകുന്നത്. മാതാ വൈഷ്ണോദേവി കത്ര കന്യാകുമാരി ഹിമസാഗർ എക്സ്പ്രസ് ആണ് പോകുന്നത് കേട്ടോ. ഞാൻ ഒന്നും ഇങ്ങോട്ട് വരാമെന്ന് വെച്ചാണ്, ആ ഗ്യാപ്പിൽ അത് വന്നുപോയി. ഇതിൻ്റെ ഇടയിൽ അത് കാണാൻ നല്ല രസമാണ് കേട്ടോ. എന്താല്ല എൻ്റെ പിറകിൽ കാണുന്ന ഈ ഒരു കാഴ്ച, ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ അമ്മേ, ആ ഒരു ബാക്കിലത്തെ റെയിൽവേ സ്റ്റേഷനും ഈ ഒരു സീനറിയും ഒന്നും പറയില്ല. ഞാൻ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പാസഞ്ചർ അതേപോലെ തന്നെ നമ്മുടെ മെമൂല് കഴിഞ്ഞ വട്ടം പോയപ്പോൾ ഞാൻ ഈ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വരണമെന്ന്. പക്ഷേ പെട്ടെന്ന് തന്നെ വരാൻ പറ്റി കേട്ടോ. ഈ കാഴ്ചകൾ കാണാൻ പറ്റി, ഇത് ആസ്വദിക്കാൻ പറ്റി. നമ്മൾ ട്രെയിൻ സ്പോട്ടിങ്ങിനാണ് വന്നത്, പക്ഷേ ഇതൊന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് തോന്നി കേട്ടോ. കാരണം അത്രയും ഭംഗിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലെന്ന് എനിക്ക് തോന്നി. നടന്ന് നമ്മളത് ഉള്ളിലോട്ട് എത്തി കേട്ടോ. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ 1, 2, 3, പിന്നെ അവിടെ ഒരു 2 വീട്, പിന്നെ അറ്റത്തൊരു ചെറിയൊരു കുടിൽ, പിന്നെ ഒരു വലിയൊരു മരം. ഇതാട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ്. പിന്നെ നമ്മൾ ഈ കാണുന്ന പശ്ചിമഘട്ട മലനിരകൾ, എത്തിമട എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗി നമ്മളിതിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് കാണുന്ന മലനിരകളായാലും ഇതായാലും എന്തുകൊണ്ടും കേട്ടോ, എല്ലാം കൊണ്ടും ഒരു രക്ഷയില്ല. നമുക്കിനി തിരിച്ചാണ് നമുക്ക് സ്റ്റേഷനിലോട്ട് പോകാം കേട്ടോ. അവിടെ നിന്ന് ആ തിരിഞ്ഞ് വരുന്നത് നമ്മുടെ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ആട്ടോ, 13352. അപ്പോൾ അത് നല്ല മിന്നിച്ച് വരുന്നുണ്ട്.
നമുക്കിനി ആ അറ്റത്ത് ചെന്ന് നിൽക്കാം കേട്ടോ. കാരണം നമ്മുടെ അറ്റത്ത് ഇപ്പോൾ ഷാലിമാർ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ഒരെണ്ണം വരുന്നുണ്ട്. അപ്പോൾ അത് അറ്റത്താണ് വരിക. അപ്പോൾ നമുക്ക് അറ്റത്ത് പോയിട്ട് അത് സ്പോട്ട് ചെയ്യാം. നമുക്ക് അറ്റമൊക്കെ നിന്ന് നടന്ന് കണ്ടിട്ട് വരാം കേട്ടോ. നമ്മളാ ഫ്രണ്ടിലോട്ട് ഇറങ്ങി വന്നിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കോച്ചുകൾ മാത്രമാണ് ഹൈറ്റിൽ നിൽക്കുള്ളൂ. ബാക്കിയുള്ള കോച്ചുകളൊക്കെ നല്ല താഴ്ത്തോട്ടോ, ട്രാക്കിൻ്റെ സെയിം ആയിട്ടാണ് നിൽക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് ഇപ്പോൾ ഇറങ്ങി വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഒരു ട്രെയിൻ ഈ സൈഡിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് തിരിഞ്ഞ് പറഞ്ഞാൽ നല്ല രസമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാൽ നല്ല അടിപൊളിയായിട്ട് അത് എടുക്കാം. ആ മലനിരകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരണ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ചെന്നൈ സെൻട്രലിൽ നിന്ന് വയ പോത്തന്നൂർ വഴി വരുന്ന ട്രെയിനുകളൊക്കെ നോക്കുകയാണെങ്കിൽ 503 കിലോമീറ്റർ ആണ് കേട്ടോ നമുക്ക് എട്ടിമട വരെയുള്ള ദൂരം. അപ്പോൾ അതേ സമയത്ത് നോക്കുകയാണെങ്കിൽ ചെന്നൈയുടെ ഔട്ടറായിട്ടുള്ള വ്യാസർബാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. ചെന്നൈയുടെ തൊട്ട് ഔട്ടറാണ് ബേസിൻ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേഷൻ. അപ്പോൾ ആ വ്യാസർബാടിയിൽ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് 500 കിലോമീറ്റർ ആണ് കേട്ടോ നമ്മുടെ എട്ടിമട സ്റ്റേഷനിലോട്ടുള്ള ദൂരം. സെൻട്രലിൽ നോക്കുകയാണെങ്കിൽ 503 കേട്ടോ. വയ പോത്തന്നൂരാണ്. വയ കോയമ്പത്തൂർ വഴിയാണെങ്കിൽ അത് കൂടും കേട്ടോ, 515 അടുത്ത് വരും. കോയമ്പത്തൂർ വഴി പറഞ്ഞാൽ കുറച്ച് ചുറ്റാണ്. അപ്പോൾ പോത്തന്നൂർ വഴി നോക്കുകയാണെങ്കിൽ ഇത് അപ്രോക്സിമേറ്റ്ലി നമ്മുടെ അടുത്തൊരു കണക്കായിട്ട് വരും കേട്ടോ ഈ 500 എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സ്പോട്ടിങ്ങിന് അധികം കോട്ടം തൊട്ടായിട്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇനി കുറച്ചുകൂടെ ട്രെയിൻ നമുക്ക് സ്പോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കോയമ്പത്തൂരിൽ നിന്നാട്ടോ ട്രെയിൻ വരുന്നത് ടുവേർഡ്സ് പാലക്കാടിലോട്ട്. അപ്പോൾ അത് പറഞ്ഞതിന് മുന്നേ കൂടാണ്ടിരുന്നാൽ നമുക്ക് അതൊന്ന് സ്പോട്ട് ചെയ്തിട്ട് കയറി നിൽക്കായിരുന്നു. ആ കാണുന്ന ഗേറ്റ് ഇല്ലേ, അതാട്ടോ നമ്മുടെ അമൃത കോളേജിലേക്ക് പോകുന്ന ഗേറ്റ്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഈ കാണുന്ന ക്യാമ്പസൊക്കെ അമൃതയുടെ ഹോസ്റ്റലാട്ടോ. ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ അമൃതയുടെ ഹോസ്റ്റലാണ്. ക്യാമ്പസ് കുറച്ച് അങ്ങോട്ട് മാറി കേട്ടോ. നിങ്ങൾക്ക് ഇത് അമൃത എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമൃതയുടെ ഹോസ്റ്റലും ക്യാമ്പസൊക്കെ വരുന്നത്. നമ്മുടെ ട്രെയിനിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞ് വരിക കേട്ടോ. തിരിഞ്ഞു വരുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഷാലിമാർ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ പോണത്, റോയപുരത്തിന്റെ P7 ആയിട്ട്. മഴ തുടങ്ങിയപ്പോൾ തന്നെ ആ മലയുടെ മേലൊക്കെ കണ്ടില്ലേ, മൊത്തം കോടയിൽ മൂടിയിരിക്കട്ടോ. അവിടെ നല്ല മഴയാണ്. ആ കാണുന്നത് മൊത്തം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല മഴയാട്ടോ. അതിങ്ങനെ മാറിപ്പൊക്കൊണ്ടിരിക്കുക നമ്മുടെ സ്റ്റേഷൻ്റെ ആ ഒരു പരിധിയിൽ നിന്ന്. എന്താ വ്യൂ അല്ലേ, ഒന്നും പറയാനില്ല കേട്ടോ. എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ല. ഈ ഒരു മഴയും കിട്ടിയാൽ നമുക്ക് ഉപകാരമായിട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ഈ ഒരു സൈഡാണ് കേട്ടോ മൂടി നിൽക്കുന്നത്. ഈ ഒരു സൈഡ് നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ പാർട്ടായിട്ടാണ് മഴ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് നല്ല മഴയാട്ടോ വന്നുകൊണ്ടിരിക്കണത്. ആ സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നല്ല മഴ ഇങ്ങോട്ട് വരികയാണ്. നമുക്കത് വ്യക്തമായിട്ട് ഇത് കൂടെ കാണാനുണ്ട് കേട്ടോ. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം കൂടിൻ്റെ ഉള്ളിലേക്ക് കയറി കൂടാട്ടോ. കാരണം മഴ കൂടുന്തോറും നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഏതൊക്കെ ട്രെയിൻ ഏതൊക്കെ ഭാഗത്തേക്ക് ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് കയറാം കേട്ടോ പതിയെ. ഞാനിപ്പോഴാട്ടോ ഒരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മുടെ B ലൈൻ തിരിഞ്ഞാട്ടോ വരുന്നത്. ആ ഒരു സൈഡിൽ നിന്ന് വളഞ്ഞ് കയറിയാണ് വരുന്നത്. A ലൈൻ നേരെ കയറിയാട്ടോ പോണത്. B ലൈൻ ആ നമ്മൾ നേരത്തെ വന്ന ഷാലിമാർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടോ, അത് തിരിഞ്ഞിങ്ങനെ കയറിയിട്ടാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ടും. നമ്മുടെ ഗതിമാനാട്ടോ പോകുന്നത്, എറണാകുളം ജംഗ്ഷൻ KSR ബാംഗ്ലൂർ ഇന്റർസിറ്റി. ഇതാട്ടോ നമ്മുടെ മെമു വരുന്നത്. ഇതിൻ്റെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്, ഷൊർണൂർ മെമു ആട്ടോ, 6663. അപ്പം ഞാനിതിലായിരുന്നു ആദ്യം പോകാനുള്ളൊരു പ്ലാൻ കേട്ടോ. പിന്നെ ഞാൻ മാറ്റിയിട്ട് നമ്മുടെ
ഈ എക്സ്പ്രസ്സിലാക്കിയതാ, നമ്മുടെ കണ്ണൂർ കോയമ്പത്തൂർ കണ്ണൂരിലേക്ക് ആക്കിയതാ. ഒറ്റ മിനിറ്റിന്റെ ഹോൾട്ടിന് ശേഷം നമ്മുടെ മെമുദേ പോവാട്ടോ, ഷൊർണൂർ മെമു, പാലക്കാട് ഷൊർണൂർ മെമു പോവാണ്. പിന്നെ പിറകെ പറഞ്ഞ വണ്ടിയിലാട്ടോ ഞാൻ പോണത്, നമ്മുടെ കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ്സിലാണ് ഞാൻ പോണത്. അപ്പോൾ അത് 2:25 എട്ടിമട. എട്ടിമട റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് ETMD എന്നാട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് റെയിൽ വണ്ണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ETMD എന്ന് കാണാം. ഇവിടെ നമ്മുടെ സ്റ്റേഷനുള്ളിൽ തന്നെ QR കോഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് വെച്ചിട്ടാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തത്. അതിൽ QR കോഡ്, റെയിൽ വൺ കോഡ് സ്കാൻ ചെയ്തിട്ടാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻ്റെ ആയിട്ട് തിരിച്ചു പോകുന്ന ടിക്കറ്റും ഞാൻ എന്തായാലും റെയിൽ വണ്ണിൽ തന്നെ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ സ്റ്റേഷൻ്റെ കോഡ് ETMD ആണ്. നിങ്ങൾ വേരിസ് മൈ ട്രെയിനിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഉപകാരപ്പെടാനായിട്ടാണ് പറഞ്ഞത് കേട്ടോ. ETMD എടുത്തു കൊടുത്താൽ നമുക്ക് എട്ടിമടയിൽ വന്ന് പോണ ട്രെയിനുകളൊക്കെ അറിയാൻ പറ്റും. ആ മലനിരകളുടെ താഴെ കൂടെ വരുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാട്ടോ ശരിക്കും പറയാൻ പോയി കഴിഞ്ഞാൽ. അപ്പം ഇത്ര ഈ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ആ പാലക്കാടിൽ നിന്ന് വരുന്ന സൈഡിൽ നിന്നുള്ള ട്രെയിനുകളൊക്കെ നമ്മൾ ഈ അറ്റത്ത് വന്ന് ക്ലോസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഒരു WP4 ആണ് ലോക്കോ വരുന്നത്, 22,807 അരക്കോണം ഷെഡിൻ്റെ ലോക്കോ കേട്ടോ. ഇവിടെ സ്റ്റോപ്പുള്ള വണ്ടിയാണ് കേട്ടോ. ഞാനിപ്പോൾ തിരിച്ചു പോകുന്നില്ലേ കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന കേട്ടോ. കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ് 16607. അതിന് എട്ടിമടയിൽ സ്റ്റോപ്പ് ഉണ്ടോ, അത് എട്ടിമടയിൽ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ സെയിം ആയിട്ട് ഡൗൺ ലൈൻ പോകുന്നതിലാട്ടോ ഞാൻ കയറി പോകാൻ പോണത്. അതിങ്ങനെ എട്ടിമടയിൽ വന്ന് കിടക്കുകയാണ്. ഈ ട്രെയിനും ആ ഒരു കോടയും ഒന്ന് നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. അത് അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ആ ട്രെയിനും കോടയും ഇങ്ങനെ ഒരു ഫ്രെയിമിൽ. 1 മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം ഇവിടെ നിന്ന് എടുത്തിരിക്കുക കേട്ടോ, എട്ടിമടയിൽ നിന്ന് എടുത്തിരിക്കുകയാണ് കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്. അതിൻ്റെ ആ ബോർഡ് കൊള്ളാം കേട്ടോ, ഇന്ത്യൻ റെയിൽവേയുടെ മറ്റൊരു സിമ്പിളൊക്കെ വെച്ചിട്ടാണ് ബോർഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലെ ഈ നമ്മളിപ്പോൾ പോകുന്ന വണ്ടിയില്ലേ, നമ്മുടെ കോയമ്പത്തൂർ കണ്ണൂർ, അതെന്ന് പറയുമ്പോൾ രാവിലെ നമ്മുടെ മധുരയിൽ നിന്ന് കോയമ്പത്തൂർ ഇൻ്റർസിറ്റിയുടെ റൈഡ് ഷെയറിങ്ങിൽ പോകുന്ന വണ്ടിയാട്ടോ. അപ്പോൾ അതിന് കയറാനായിട്ട് ആൾക്കാർ പതുക്കെ ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ കുറച്ച് കഴിഞ്ഞാൽ ഒരു 1:30 ആകുമ്പോൾ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നിൽക്കാം. നമ്മുടെ ലെജൻഡറി കേരള സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ, ന്യൂഡൽഹി തിരുവനന്തപുരം സെൻട്രൽ. നമ്മുടെ ലെജൻഡറി വണ്ടി ഇതാ കടന്നു പോകണം എട്ടിമട വഴി. കേരളയൊക്കെ ഓൺ ടൈം ആണ് കേട്ടോ, ലേറ്റ് ഒന്നുമില്ല. കറക്റ്റ് ടൈമിൽ തന്നെ കേരള പോണത്. നമ്മുടെ ഗതിമാൻ എക്സ്പ്രസ് ആണ് കേട്ടോ, എറണാകുളം ജംഗ്ഷനോട്ട് പോകുന്നത്. KSR ബാംഗ്ലൂർ എറണാകുളം ജംഗ്ഷൻ. ഇത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് KSR ബാംഗ്ലൂർ പോണില്ല കേട്ടോ, പാർഷ്യലി ക്യാൻസൽഡ് ആണ്. പാൻപരാഗാണ് പോകുന്നത് കേട്ടോ, വിവേക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ദിബ്രുഗർ കന്യാകുമാരി വിവേക് സൂപ്പർ ഫാസ്റ്റ് ആട്ടോ.
നമ്മൾ രാവിലെ തുടങ്ങി ട്രെയിൻ സ്പോട്ടിങ് നമ്മളിവിടെ അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെ നല്ലോണം ട്രെയിനുകളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ട് നമ്മൾ എട്ടിമട റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഇതൊരു കുഞ്ഞ് ഗ്രാമമാട്ടോ, നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ അതിൻ്റെ ഇടയിലായിട്ട് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. മരുതലുകളുടെ നേരെ താഴെയായിട്ട് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. നല്ല കാഴ്ചകളൊക്കെ കിട്ടി, നമുക്ക് നല്ലോണം ട്രെയിനുകൾ പകർത്താൻ പറ്റി. അതുപോലെ തന്നെ മഴ കിട്ടി, പിന്നെ ആ മരുതലുകളുടെ മുകളിൽ മൂടി നിൽക്കുന്ന കോടയുടെ ഒരു അനുഭവം നമുക്കൊക്കെ പകർത്താൻ പറ്റി. മൊത്തത്തിൽ ഒരു അടിപൊളി അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ട്രെയിനുകളും കിട്ടി, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സമയവും പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നത് നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് 1:50 എടുക്കുന്നതിന് കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ്സിൻ്റെ അവിടെ തിരിച്ചു പോകുന്നത്. ഷൊർണൂർക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്റ്റേഷൻ്റെ പുറത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ട്രെയിൻ സ്പോട്ടിംഗ് എട്ടിമട ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും പാകലാം ഗൈസ്. ബൈ ഫ്രം എട്ടിമട റെയിൽവേ സ്റ്റേഷൻ.